GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. കുവൈറ്റിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം നടത്തിയ സ്വദേശി വനിത കസ്റ്റഡിയിൽ. സാൽമിയ മേഖലയിലാണ് സംഭവം. ഇന്ത്യക്കാരനായ ലോറി ഡ്രൈവർ വാഹനം ഇടിപ്പിച്ചതായി യുവതി ആഭ്യന്തര മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്തതാണ് സംഭവത്തിന്റെ തുടക്കം. വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യണമെന്ന് 40-കാരിയായ സ്ത്രീ ആവശ്യപ്പെട്ടു. എന്നാൽ പിന്നീട് ഇവർ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനും അധിക്ഷേപിക്കാനും ശാരീരികമായി ആക്രമിക്കാനും തുടങ്ങിയതോടെ സ്ഥിതിഗതികൾ വഷളായി. ഇതോടെ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ചതിനും അവരുടെ വീഡിയോ പകർത്തിയതിനുമാണ് കേസെടുത്തത്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിനെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. ഇറാന്റെ തടവിൽ നിന്ന് ഫ്രഞ്ച് പൗരനെ മോചിപ്പിക്കാൻ സുൽത്താനേറ്റ് നടത്തിയ ശ്രമങ്ങൾക്കാണ് നന്ദിയും അഭിനന്ദനവും അറിയിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് വിളിച്ചത്. ഒമാനും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പൊതു താൽപര്യമുള്ള പ്രാദേശിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. 2 വർഷത്തോളം തടങ്കലിലായിരുന്ന ഫ്രഞ്ച് പൗരൻ ലൂയിസ് അർണൌഡിനെ ഒമാന്റെ ഇടപെടലിനെ തുടർന്ന് ഇറാൻ ദിവസങ്ങൾക്ക് മുമ്പ് മോചിപ്പിച്ചിരുന്നു. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിലും പ്രചാരണത്തിലും പങ്കെടുത്തു എന്നാരോപിച്ച് 2022 സെപ്റ്റംബറിലാണ് 30 വയസ്സുകാരനായ ലൂയിസ് അർണോഡിനെ ഇറാൻ അറസ്റ്റ് ചെയ്തതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. എമിറേറ്റിലെ പ്രമുഖ ഫ്രീ സോണും ചരക്ക് വ്യാപാര സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ദുബായ് സർക്കാരിന്റെ അതോറിറ്റിയുമായ ദുബായ് മൾട്ടി ലെവൽ കമ്മോഡിറ്റീസിന് കഴിഞ്ഞ വർഷം 160 പുതിയ ഇന്ത്യൻ കമ്പനികളെ ആകർഷിക്കാനായതായി എക്സിക്യൂട്ടീവ് ചെയർമാനും സിഇഒയുമായ അഹമ്മദ് ബിൻ സുലൈമാൻ അറിയിച്ചു. ന്യൂഡൽഹിയിലും മുംബൈയിലുമായി നടന്ന മെയ്ഡ് ഫോർ ട്രേഡ് ലൈവ് റോഡ് ഷോയുടെ സമാപനത്തിന് ശേഷം ദുബായിലേക്ക് ഇന്ത്യൻ ബിസിനസ്സുകളെ ആകർഷിക്കുന്നതിനുള്ള 3 ഫ്രീ സോണിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി.